Good morning all. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സമ്മ് സ്റ്റാർട്ട് ചെയ്യാണ്. BCAയിലെ സെക്കൻഡ് സമ്മ്. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പേപ്പറാണ് ഓപ്പറേഷൻ റിസർച്ച്. ഓപ്പറേഷൻ റിസർച്ച് എന്ന സബ്ജക്റ്റിൻ്റെ സിലബസ് നിങ്ങൾക്ക് അയച്ചു തന്നിരുന്നു. അതിൽ ടോട്ടൽ 5 യൂണിറ്റാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ യൂണിറ്റ് 1 എന്ന് പറയുന്നത് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പോർഷൻസ് ആണ് ഓപ്പറേഷൻ റിസർച്ച് ആൻഡ് LPP ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയും. പിന്നെ ഓപ്പറേഷൻ റിസർച്ച് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, അഡ്വാൻറ്റേജസ് ഓഫ് ഓപ്പറേഷൻ റിസർച്ച്. ഓപ്പറേഷൻ റിസർച്ചിനെ ഡിനോട്ട് ചെയ്യുന്നത് OR എന്നാണ്. അപ്രോച്ച് ഇൻ ഡിസിഷൻ മേക്കിംഗ്, ആപ്ലിക്കേഷൻ ഓഫ് OR, യൂസസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് OR. ഈ OR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്പറേഷൻ റിസർച്ച് ആണ്. ഇതാണ് ഫസ്റ്റ് യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതുപോലെ സെക്കൻഡ് യൂണിറ്റിൽ LPP ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ലീനിയർ പ്രോഗ്രാമിൻ്റെ ഇൻട്രൊഡക്ഷൻ, മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ദ പ്രോബ്ലം, കനോണിക്കൽ ആൻഡ് സ്റ്റാൻഡേർഡ് ഫോംസ് ഓഫ് LPP, സിംപ്ലക്സ് മെത്തേഡ്, ആർട്ടിഫിഷ്യൽ വേരിയബിൾ ടെക്നിക്സ്, ബിഗ് M ആൻഡ് 2 ഫേസ് മെത്തേഡ്സ്, പ്രോബ്ലം ഓഫ് ഡീജനറസി, കൺസെപ്റ്റ് ഓഫ് ഡുവാലിറ്റി, ഡുവൽ സിംപ്ലക്സ് മെത്തേഡ്. ഇത്രയാണ് യൂണിറ്റ് 2 വരുന്നത്. ഇനി യൂണിറ്റ് 3 ട്രാൻസ്പോർട്ടേഷൻ ടൈപ്പിലുള്ള പ്രോബ്ലം ആണ്. ട്രാൻസ്പോർട്ടേഷൻ മോഡൽ, നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ, ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്, വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്, ലൂപ്സ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ, ഡീജനറസി ഇൻ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ, ട്രാൻസ്ഷിപ്മെന്റ് പ്രോബ്ലം. ഈ വേർഡ് കാണുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ സിമ്പിളാണ് ചെയ്യാൻ. അപ്പോൾ പഠിച്ചു കഴിയുമ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ യൂണിറ്റിലുള്ള കണ്ടന്റ് ഏതൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നിട്ടുണ്ട് സിലബസ്, എങ്കിലും അതൊന്ന് വായിക്കുകയാണ്. ഇനി യൂണിറ്റ് 4 എന്ന് പറയുന്നത് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പോർഷൻസ്, അസൈൻമെന്റ് മോഡൽ, മാത്തമാറ്റിക്കൽ ഫോർമേഷൻ ഓഫ് ദ പ്രോബ്ലം, അസൈൻമെന്റ് അൽഗോരിതം, ഇമ്പോസിബിൾ അൽഗോരിതം, ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. ഇത്രയാണ് യൂണിറ്റ് 4 വരുന്നത്. യൂണിറ്റ് 5 നെറ്റ്വർക്കിംഗ്, ഷെഡ്യൂളിംഗ്, കൺസെപ്റ്റ് ഓഫ് നെറ്റ്വർക്ക്, ബേസിക് കമ്പോണൻസ്, PERT ആൻഡ് CPM, റൂൾസ് ഓഫ് നെറ്റ്വർക്ക് കൺസ്ട്രക്ഷൻ, മാക്സിമം ഫ്ലോ പ്രോബ്ലം, പ്രൊജക്ട് ഷെഡ്യൂളിംഗ്, ക്രിട്ടിക്കൽ പാത്ത് കാൽക്കുലേഷൻസ്, അഡ്വാൻറ്റേജസ് ഓഫ് നെറ്റ്വർക്ക്, അതായത് PERT, CPM രണ്ടിൻ്റെയും അഡ്വാൻറ്റേജസ്, സീക്വൻസിംഗ് മോഡൽസ്, പ്രോസസ്സിംഗ് ആൻഡ് ജോബ്സ് ത്രൂ 2 മെഷീൻസ്, ആൻഡ് ജോബ്സ് ത്രൂ 3 മെഷീൻസ്, അതുപോലെ 2 ജോബ്സ് ത്രൂ M മെഷീൻസ്. ഇത്രയാണ് യൂണിറ്റ് 5 വരുന്നത്. അപ്പം നിങ്ങളുടെ സിലബസ് ഇപ്പോൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ? അപ്പം നമുക്ക് ഈ സബ്ജക്റ്റിൽ, അതായത് സെക്കൻഡ് സമ്മിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ് ഇത് ഓപ്പറേഷൻ റിസർച്ച്. ഓപ്പറേഷൻ റിസർച്ച് എന്ന സബ്ജക്റ്റിന് നിങ്ങൾക്ക് ആകെ 5 മൊഡ്യൂളാണ് പഠിക്കാനുള്ളത്. അതിലെ ഫസ്റ്റ് മൊഡ്യൂൾ ഏതാണെന്ന് പറഞ്ഞു, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ ഓപ്പറേഷൻ റിസർച്ച് എന്ന് തന്നെയാണ്. അതിന് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഓപ്പറേഷൻ റിസർച്ച്, അതുപോലെ LPP ലീനിയർ പ്രോഗ്രാമിംഗ്, അതുപോലെ ഓപ്പറേഷൻ റിസർച്ച് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, പിന്നെ അപ്രോച്ചസ്, പിന്നെ ആപ്ലിക്കേഷൻസ്, പിന്നെ അതുപോലെ യൂസസും ലിമിറ്റേഷൻസും. ഇത്രയായാൽ യൂണിറ്റ് 1 ആയി. ക്ലിയർ ആണല്ലോ ഇപ്പോൾ സിലബസ്? ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഓപ്പറേഷൻ റിസർച്ച് ആണ്. അതിൻ്റെ നോട്ട് നിങ്ങൾക്ക് തന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസ്സാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഓപ്പറേഷൻ റിസർച്ച് എന്താണ് നോക്കാം. നിങ്ങൾ ഈ വേർഡ് OR എന്ന വേർഡ് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. എന്താണ് ഈ ഓപ്പറേഷൻ റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ജസ്റ്റ് ഇവിടെ എഴുതിയിരിക്കുന്ന ലൈന് വായിക്കാം. മാനേജ്മെന്റ് സയൻസ്. ഓപ്പറേഷൻ റിസർച്ചിന് പറയുന്ന മറ്റൊരു വേർഡാണ് മാനേജ്മെന്റ് സയൻസ്. മാനേജ്മെന്റ് സയൻസ് ഈസ് ആൾസോ വൈഡ്ലി നോൺ ആസ് ഓപ്പറേഷൻ റിസർച്ച്, ഈസ് കൺസേൺഡ് വിത്ത് ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെന്റ് സയൻസിനെ പറയുന്ന മറ്റൊരു വേർഡാണ് ഇത് ഓപ്പറേഷൻ റിസർച്ച്. നേരെ തിരിച്ചും പറയാം, ഓപ്പറേഷൻ റിസർച്ചിനെ പറയുന്ന മറ്റൊരു പേരാണ് മാനേജ്മെന്റ് സയൻസ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് കൺസേൺഡ് വിത്ത് ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. ബിസിനസ് ഫീൽഡിൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മാനേജ്മെന്റ് സയൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. Management science is concerned with developing and applying models. That concept may prove useful in helping to eliminate management issues and solve managerial problems. The models used can often be represented mathematically, but sometimes computer-based visual or verbal representation are used as well as or instead. അപ്പോൾ ഞാൻ നിങ്ങളോട് നോട്ടായിട്ട് എഴുതിയെടുക്കാൻ പറഞ്ഞത് ഈ അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ്. എന്താണ് മാനേജ്മെന്റ് സയൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും കുറച്ചെങ്കിലും. ഇനി എക്സാമ്പിളിലൂടെ പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. മാനേജ്മെന്റ് സയൻസിനെ പറയുന്ന മറ്റൊരു പേരാണ് ഓപ്പറേഷൻ റിസർച്ച്. ബിസിനസ് ഫീൽഡിൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഏത്? ഓപ്പറേഷൻ റിസർച്ച് അല്ലെങ്കിൽ മാനേജ്മെന്റ് സയൻസ്. ഇത്രയും ക്ലിയർ ആണല്ലോ? ഇനി എന്താണ് ഓപ്പറേഷൻ റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എവിടെ നിന്നാണ് അത് വന്നത് എന്ന് വെച്ചാൽ
ഒരു നാഷണൽ ക്രൈസിസ്, നമ്മുടെ ലോകത്ത് ഒരു നാഷണൽ ക്രൈസിസ് ഉണ്ടായാൽ, ഒരു ദേശീയപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന് അതായത് ഇപ്പോൾ എന്താണ് അങ്ങനത്തെ നാഷണൽ ക്രൈസിസിന് എക്സാമ്പിൾ പറയുക? അപ്പോൾ അത് പൊളിറ്റിക്കൽ ആവാം, കൾച്ചറൽ ആവാം, എക്കണോമിക്കൽ ആവാം. അങ്ങനെ ഏത് ടൈപ്പിലുള്ള പ്രോബ്ലം ഉണ്ടായാലും അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഒന്നിച്ച് പ്രവർത്തിക്കാറുണ്ട് ഇല്ലേ? ഒരു നാഷണൽ ക്രൈസിസ് നമ്മുടെ ലോകത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കൽ ആവട്ടെ, കൾച്ചറൽ ആവട്ടെ, എക്കണോമിക്കൽ ആവട്ടെ, അങ്ങനെ ഏത് ടൈപ്പിലുള്ള പ്രോബ്ലം വന്നു കഴിഞ്ഞാലും അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പല ഡിപ്പാർട്ട്മെൻറ്റ്സുകളും ഒന്നിച്ച് പ്രവർത്തിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം വെള്ളപ്പൊക്കം, ഫ്ലഡ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഫ്ലഡ് ഉണ്ടായ ഏരിയയിലുള്ള ആളുകൾ മാത്രമാണോ അവിടെ പ്രവർത്തിക്കുന്നത്? അവരെ രക്ഷപ്പെടുത്താനും അവരെ സഹായിക്കാനും അവർക്ക് ഫുഡ് എത്തിക്കാനും അല്ല. പല മേഖലയിലുള്ള ആളുകൾ ഒന്നിച്ച് അപ്പത്തെ സാഹചര്യം വെച്ചിട്ട് മാക്സിമം കാര്യങ്ങൾ അവിടെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറേയൊക്കെ അത് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? ഈ മെത്തേഡ് നമ്മൾ അറിയാണ്ട് അപ്ലൈ ചെയ്തു പോവുകയാണ്. ഇതിനൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? മാനേജ്മെന്റ് സയൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയാം. അതായത് നമുക്കൊരു കാര്യം നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നതാണ് മാനേജ്മെന്റ് സയൻസിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഒന്നിച്ചുള്ള പ്രവർത്തന ഫലമായിട്ട് നമ്മുടെ ഫീൽഡിലേക്ക് വന്ന ഒരു സ്റ്റഡി മെത്തേഡാണ് ഇത് ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. നമുക്കറിയാം ബിസിനസ് ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഫീൽഡിൽ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ? ബിസിനസ് ഫീൽഡിൽ എന്താ, ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ തൊഴിലാളികൾ അതിലുണ്ടായിരിക്കും, കുറേ ഓഫീസ് സ്റ്റാഫ് ഉണ്ടായിരിക്കും, പിന്നെ മാനേജർ തസ്തികയിലിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. ഈ മാനേജറിന് ഒരുപാട് സിറ്റുവേഷനിൽ ഡിസിഷൻ എടുക്കേണ്ടി വരാറുണ്ട്. അത് പല ക്രിട്ടിക്കൽ സ്റ്റേജിലും നല്ല ഡിസിഷൻസ് എടുത്തേ പറ്റുള്ളൂ അല്ലേ? അത് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും അയാൾക്ക് ആ ഡിസിഷൻ എടുത്തേ മതിയാവൂ. അങ്ങനത്തെ ആ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഈ ഓപ്പറേഷൻ റിസർച്ച് എന്ന മെത്തേഡ് മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഏത് പ്രോബ്ലമാണോ അയാൾ ഫേസ് ചെയ്യുന്നത് ആ പ്രോബ്ലത്തെ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ, ഒരു ബെസ്റ്റ് ഡിസിഷനിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമം സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി ആ മാനേജറെ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഇത് ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓപ്പറേഷൻ റിസർച്ച് എന്ന ആ ഒരു കൺസെപ്റ്റ് വന്നത് തന്നെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ്. ഓക്കെ, ആ ടൈമിൽ കുറേ ആളുകൾക്ക്, അതായത് സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത്, അതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് നോട്ടിൽ എഴുതാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷെ ആ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവും. ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഡ്യൂറിംഗ് ദ വേൾഡ് വാർ സെക്കൻഡ്, ബ്രിട്ടൻ വാസ് ഹാവിംഗ് വെരി ലിമിറ്റഡ് മിലിറ്ററി റിസോഴ്സസ്. സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ബ്രിട്ടന്റെ കയ്യിൽ വളരെ കുറച്ച് മിലിറ്ററി റിസോഴ്സസേ ഉണ്ടായിരുന്നുള്ളൂ. യുദ്ധം ചെയ്യാന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ആളുകൾ, അതിന് കഴിവുള്ള കുറേ ആളുകൾ വേണം അല്ലേ? അങ്ങനത്തെ കേസിൽ ആ സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ, ബ്രിട്ടന്റെ കയ്യിൽ കുറച്ച് മിലിറ്ററി റിസോഴ്സസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താണ് ചെയ്തത്? ആൻഡ് അർജന്റ് നീഡ് വാസ് വെൽറ്റ് ടു അലോക്കേറ്റ് scarce resources in an effective manner. The team of experts in various subjects assisted to solve these strategical and technical problems. Their mission was arrive at decisions and optimal utilization of scarce military resources and to implement this decision effectively. This new approach to the systematic and scientific study of operation is called operation research, and the operation research is developed as a discipline. It is known as different names such as operation analysis, system analysis, cost benefits analysis, management science, etc. The success of military team of solving these strategical and technical problems attract the attention of the industry. അതായത് നമ്മുടെ സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്താണ് ഓപ്പറേഷൻ റിസർച്ച് എന്ന കൺസെപ്റ്റ് കൂടുതൽ നമ്മൾ നോട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതായത് ആ സമയത്ത് അവർക്ക് ആവശ്യമുള്ള, ബ്രിട്ടന് ആവശ്യമുള്ള പിന്നെ മിലിറ്ററി റിസോഴ്സസ് വളരെ കുറവായിരുന്നു. അപ്പോൾ അവർക്ക് എന്ത് വേണം? യുദ്ധം ചെയ്തേ മതിയാവും. ഈ ഉള്ള റിസോഴ്സസിനെ വെച്ചിട്ട് വേണം യുദ്ധം ചെയ്യാൻ. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ മാക്സിമം പല സബ്ജക്റ്റിലും എക്സ്പേർട്ടായ ആളുകളെ, The team of experts in various subjects assisted to the strategical and technical problems. ഈ പ്രോബ്ലം ഫേസ് ചെയ്തപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പല മേഖലയിലും കൂടുതൽ എക്സ്പേർട്ടായ ആളുകളെ തെരഞ്ഞെടുത്ത് അവരെ എന്ത് ചെയ്തു? ഈ മിലിറ്ററി റിസോഴ്സസിൽ ഉൾപ്പെടുത്തിയിട്ട് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചു.
അപ്പോൾ കുറഞ്ഞ ആളുകളെ വെച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിച്ചു. അത് മാത്രമല്ല ആ സമയത്ത് ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും മെഡിസിന്റെ കാര്യത്തിലാണെങ്കിലും വെപ്പൺസിന്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ എന്ത് ചെയ്തു, ഈ കാര്യം ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അവർ പഠിച്ചു. ഫുഡ് എത്തിക്കേണ്ടവർക്ക് ആ മേഖലയിലുള്ള ഫുഡ് എത്തിക്കേണ്ടവർക്ക് എത്തിക്കാനും മെഡിസിൻ എത്തിക്കാനും അതുപോലെ വെപ്പൺസ് എത്തിക്കാനും ഒക്കെ അവർ മാക്സിമം ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു. അതായത് ആ ഉള്ള ആളുകളിൽ കൂടുതൽ എക്സ്പേർട്ടായ ആളുകളെ അവർ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അവരതിനെ തരണം ചെയ്തത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു സിറ്റുവേഷൻ, ഒരു കോമൺ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനെ നല്ല രീതിയിൽ ഉള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു മെത്തേഡിനെയാണ് എന്ത് വിളിക്കുന്നത്, ഓപ്പറേഷൻ റിസർച്ച്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ദിസ് ന്യൂ അപ്രോച്ച് ടു ദ സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് സ്റ്റഡി ഓഫ് ഓപ്പറേഷൻ ഈസ് കോൾഡ് ഓപ്പറേഷൻ റിസർച്ച്. അതായത് ഇവിടെ ഇപ്പം എന്താ അവർ ചെയ്തത്, കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ, ആ ഉള്ള ആളുകൾ തന്നെ എക്സ്പേർട്ടിനെ സെലക്ട് ചെയ്തു, എന്നിട്ട് അവരെ വെച്ചിട്ട് എന്ത് ചെയ്തു, അവർക്ക് ചെയ്യാനുള്ള ആ കാര്യങ്ങൾ ഓരോന്നും പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തു. ഈ ടൈപ്പിലുള്ള മെത്തേഡിനെ എന്ത് വിളിക്കാം, ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയാം. ക്ലിയർ ആയല്ലോ ഇപ്പോൾ ഓപ്പറേഷൻ റിസർച്ച് എന്താണെന്ന്? ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതായത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബെസ്റ്റ് ഡിസിഷൻ എടുക്കണം, ഒരു ഒപ്റ്റിമം സൊല്യൂഷൻ കിട്ടുന്ന രീതിയിൽ ഒരു ബെസ്റ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത് ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ബാക്കി നോക്കാം. ഓപ്പറേഷൻ റിസർച്ച് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് അഡ്വാൻസ്ഡ് അനലിറ്റിക്കൽ മെത്തേഡ്സ് ടു ഹെൽപ്പ് മേക്ക് ബെറ്റർ ഡിസിഷൻസ്. ഈ പറഞ്ഞത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Management science uses mathematical and scientific technique to help organization model and predict outcomes, inform their decisions. The name management science is preferred by Americans and the English name it as operation research. ഈ management science എന്ന വേർഡ് അമേരിക്കൻസ് ആണ്. The name management science is preferred by Americans. Management science എന്ന വേർഡ് അമേരിക്കൻസ് ആണ് കൊണ്ടുവന്നത്. അതിന്റെ ഇംഗ്ലീഷ് നെയിം ആണ് എന്ത്, ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയല്ലോ എന്താ ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ? ഒരു ഒപ്റ്റിമം സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് ഡിസിഷൻ നമുക്ക് എടുത്താൽ മാത്രമേ ഒപ്റ്റിമം സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്, ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഇൻക്ലൂഡ്സ്, അതിൽ പല കാര്യങ്ങളും വരാം ഓപ്പറേഷൻ റിസർച്ചിൽ. ഇപ്പോൾ യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞു അല്ലേ, അതുപോലെ ബിസിനസ് ഫീൽഡിൽ മാനേജർക്ക് ഡിസിഷൻ എടുക്കുന്ന കേസ് പറഞ്ഞു. രണ്ടും എക്സാമ്പിളാണ്. അത് കൂടാണ്ട് മറ്റ് എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഓപ്പറേഷൻ റിസർച്ചിൽ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഷെഡ്യൂളിംഗ് എയർലൈൻസ്. എയർലൈൻ ഷെഡ്യൂൾ ചെയ്യുന്നത് ഒരു ഓപ്പറേഷൻ റിസർച്ചിന് എക്സാമ്പിൾ ആണ് അല്ലെ. ഇനി അടുത്തത് ബോത്ത് പ്ലെയിൻസ് ആൻഡ് ക്രൂ. ഷെഡ്യൂളിംഗ് എയർലൈൻസ് ബോത്ത് പ്ലെയിൻസ് ആൻഡ് ക്രൂ. അതുപോലെ ഡിസൈഡിംഗ് ദ അപ്രോപ്രിയേറ്റ് place to site new facilities such as warehouse or factory, managing the flow of water from reservoirs, identifying possible future development paths for parts of the telecommunication industry. ഏത് മേഖലയിലാണെങ്കിലും ഈ ഓപ്പറേഷൻ റിസർച്ച് എന്ന മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം. മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്താനുള്ള മെത്തേഡിനെയാണ് എന്ത് വിളിക്കുന്നത്, ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി മീനിങ് ഓഫ് ഓപ്പറേഷൻ റിസർച്ച് എന്ന പാട്ടിൽ ഒരു ചെറിയ പോർഷൻ നിങ്ങളോട് എഴുതിയെടുക്കാൻ പറഞ്ഞിരുന്നു. എന്താണ്? ദ വേർഡ് ഓപ്പറേഷൻ ലിറ്ററലി മീൻസ് സം ആക്ഷൻസ് വിച്ച് ആർ അപ്ലൈയിങ് ഇൻ പ്രോബ്ലംസ്. എന്താണ് ഓപ്പറേഷൻ റിസർച്ച് എന്ന വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത്? സം ആക്ഷൻസ് വിച്ച് ആർ അപ്ലൈയിങ് ഇൻ പ്രോബ്ലംസ്. പ്രോബ്ലത്തിൽ ചില ആക്ഷൻസ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നേരിടുന്ന ഏത് പ്രോബ്ലം ആയിക്കോട്ടെ അതിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ ചില ആക്ഷൻസ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് എന്ത്, ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ഫോർ ഡിസിഷൻ മേക്കിംഗ്. It provides techniques for taking decisions and help to attain the optimal solution to the problem. ഇത് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് മെഷറാണ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുകൂടാണ്ട് മാക്സിമം, അതായത് ഒപ്റ്റിമൽ സൊല്യൂഷൻ, നമ്മൾ ഏത് പ്രോബ്ലം ആണോ നമ്മൾ നേരിടുന്ന ആ പ്രോബ്ലത്തിന് ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടെത്താൻ ഈ ഓപ്പറേഷൻ റിസർച്ച് എന്ന മെത്തേഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് തന്നിരുന്നു. ഓപ്പറേഷൻ റിസർച്ചിന്റെ ചർച്ച്മാൻ റൈറ്റ്സ്. ചർച്ച്മാൻ എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ് ഓപ്പറേഷൻ റിസർച്ചിനെ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓപ്പറേഷൻ റിസർച്ച് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സയന്റിഫിക് മെത്തേഡ്സ്
techniques and tools to problem involving the operation of system as to as provide those in control of the operation with the optimal solution to the problem. ഇപ്പോൾ പറഞ്ഞ മീനിങ് തന്നെ നമ്മൾ നേരിടുന്ന ആ പ്രോബ്ലത്തിന് ഒപ്റ്റിമം സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആ മെത്തേഡാണ് ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. അതിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ഈ OR തന്നെയായിരിക്കും. ആ പ്രോബ്ലത്തെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ഈ OR തന്നെയായിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത പോർഷൻ. അടുത്ത പോർഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നോട്ട് എഴുതാൻ തന്നിരുന്നത് ഫങ്ഷൻസ് ഓഫ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ഓപ്പറേഷൻ റിസർച്ച്. ഇത് ചിലപ്പോൾ ചോദിക്കാറുണ്ട് 2 മാർക്കിനൊക്കെ. 2-3 പോയിന്റ് എഴുതിയാൽ മതിയാവും 2 മാർക്കിന് ചോദിച്ചാൽ. അപ്പോൾ എന്തൊക്കെയാണ് ഓപ്പറേഷൻ റിസർച്ചിന്റെ ഫങ്ഷൻസ് എന്ന് നോക്കാം. ഓക്കെ, ഓപ്പറേഷൻ റിസർച്ച് ഈസ് എമർജിംഗ് ഈസ് ആൻ ഇൻഡിസിപ്ലിനറി അറ്റാക്ക് ഓൺ പ്രോബ്ലംസ് ത്രൂ എ ടീം ഓഫ് എക്സ്പേർട്സ്. എന്താണ് ഓപ്പറേഷൻ റിസർച്ചിന്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്? ഫസ്റ്റ് വൺ, ഓപ്പറേഷൻ റിസർച്ച് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സയന്റിഫിക് മെത്തേഡ്സ് ടു സോൾവ് ദ പ്രോബ്ലം കണക്റ്റഡ് വിത്ത് ഹ്യൂമൻ ഓർഗനൈസേഷൻ. എന്താണ് ഓപ്പറേഷൻ റിസർച്ച് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സയന്റിഫിക് മെത്തേഡ്സ്. സയന്റിഫിക് മെത്തേഡ്സിന്റെ ആപ്ലിക്കേഷൻ ആണ് ഓപ്പറേഷൻ റിസർച്ചിൽ വരുന്നത്. ടു സോൾവ് ദ പ്രോബ്ലംസ് കണക്റ്റഡ് വിത്ത് ഹ്യൂമൻ ഓർഗനൈസേഷൻ. ഹ്യൂമൻ ഓർഗനൈസേഷനുമായി കണക്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഓപ്പറേഷൻ റിസർച്ചിന്റെ ഒരു ഫംഗ്ഷൻ. രണ്ടാമത്തേത്, ഓപ്പറേഷൻ റിസർച്ച് പ്രൊവൈഡ്സ് a more accurate description about the cause and effect relationship and risk underlying the business operation in measurable terms to business executives. അതുപോലെ ഓപ്പറേഷൻ റിസർച്ച് പ്രൊവൈഡ് ചെയ്യുന്ന എന്താ? അക്യുറേറ്റ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ കോസ് ആൻഡ് എഫക്റ്റഡ് റിലേഷൻഷിപ്പ് ആൻഡ് റിസ്ക് അണ്ടർലൈങ് ബിസിനസ് ഓപ്പറേഷൻ ഇൻ മെഷറബിൾ ടേംസ് ടു ബിസിനസ് എക്സിക്യൂട്ടീവ്സ്. നമ്മൾ ഏത് ബിസിനസ് ഫീൽഡ് തുടങ്ങുകയാണെങ്കിലും ആ ബിസിനസ്സിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിന് ബെസ്റ്റ് സൊല്യൂഷൻ കിട്ടാവുന്ന രീതിയിൽ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ള ആ മെത്തേഡിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഓപ്പറേഷൻ റിസർച്ചിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, ആ ബിസിനസ് നല്ല രീതിയിൽ എക്സിക്യൂട്ടീവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ പോയിന്റ്, ഓപ്പറേഷൻ റിസർച്ച് പ്രൊവൈഡ് സൊല്യൂഷൻ ഫോർ വാരിയസ് ബിസിനസ് പ്രോബ്ലംസ്. പല രീതിയിലുള്ള ബിസിനസ് പ്രോബ്ലംസ് സൊല്യൂഷൻ കണ്ടെത്താൻ ഓപ്പറേഷൻ റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അതൊരു ഫംഗ്ഷൻ ആണ്. ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്സ് ആർ യൂസ്ഡ് ടു അലോക്കേറ്റ് scarce resources to various projects so that in a given time the profit is maximum or cost is at a minimum. Likewise, it can be applied for arranging the time and quantity of orders, stocks, earn maximum profit for the given resources. So it is applied in the field of production, procurement, marketing, finance and other related activities. എന്താ ഇവിടെ പറയുന്നത്? ഓപ്പറേഷൻ റിസർച്ച് ബിസിനസിന്റെ പല ഫീൽഡിലും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പല ടൈപ്പിലുള്ള ബിസിനസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ റിസർച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ എന്താ ബിസിനസ് ഫീൽഡിൽ നോക്കുന്നത്? കോസ്റ്റ് മിനിമവും പ്രോഫിറ്റ് മാക്സിമവും ആ രീതിയിൽ വരുന്ന രീതിയിലാണ് അവിടെ ഓരോ പ്രോബ്ലവും സോൾവ് ചെയ്യുന്നത്. ഒരു ബിസിനസ് ഫീൽഡിൽ അവർക്ക് എപ്പോഴും പ്രോഫിറ്റ് ആണ് മുഖ്യം. അപ്പോൾ കോസ്റ്റ്, അതായത് ചെലവ് കുറച്ച് മാക്സിമം പ്രോഫിറ്റിലേക്ക് എത്തുന്ന രീതിയിൽ ഓരോ പ്രോബ്ലത്തെയും കൈകാര്യം ചെയ്ത് അതിനൊരു ഒപ്റ്റിമം സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഏത്? ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നാലാമത്തെ പോയിന്റ്, ഓപ്പറേഷൻ റിസർച്ച് ഫെസിലിറ്റീസ് ദ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. It helps management to evaluate the alternative course of action and select the most optimum one. അതായത് ഏറ്റവും ഒപ്റ്റിമം ഏതാണോ, ഒപ്റ്റിമം സൊല്യൂഷൻ ഏതാണോ അത് കണ്ടെത്താൻ ഏത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാനേജ്മെന്റിനെ? ഓപ്പറേഷൻ റിസർച്ച് ആ പ്രോബ്ലത്തിന്റെ ഒപ്റ്റിമൽ ലെവൽ ഏതാണ് എന്ന് കണ്ടെത്താൻ മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലൈക്ക് വൈസ് ദ മാനേജ്മെന്റ് ഫേസസ് പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു അൺസർട്ടനിറ്റി. നമുക്കറിയാം ബിസിനസ് ഫീൽഡിൽ എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് അൺസർട്ടനിറ്റി. എന്ത് ഈ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരമില്ലായ്മ, അസ്ഥിരത എന്നൊക്കെ പറയും. അതായത് ചിലപ്പോൾ ബിസിനസ് ഫീൽഡിൽ പ്രോഫിറ്റ് വരാം, ചിലപ്പോൾ ലോസും വരാം, അല്ലേ? ഏതും വരാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കണക്റ്റഡ് ആണ്. അതായത് ചിലപ്പോൾ നല്ല പ്രോഫിറ്റ് കിട്ടാം, ചിലപ്പോൾ അത് നഷ്ടത്തിലും ആവാം, അല്ലേ? അപ്പോൾ നമുക്കറിയാം ബിസിനസ് ഫീൽഡിൽ എപ്പോഴും അൺസർട്ടനിറ്റി നിലനിൽക്കുന്നുണ്ട് എന്നല്ലേ. അപ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലമാണ് അൺസർട്ടനിറ്റി. എക്സാമ്പിൾ, ലോഞ്ചിങ് എ ന്യൂ പ്രൊഡക്റ്റ്. ഒരു ന്യൂ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു എന്ന് വെക്കാം. ദ ഓർഗനൈസേഷൻ ഹാസ് നോ പ്രീവിയസ് എക്സ്പീരിയൻസ് നോളജ് ഓൺ ദ ഔട്ട്കം, neither of the decision nor in a position to attribute a probability of occurrence of such outcomes. Operation research techniques are useful in this solution
Stimulation is an important technique used to limitate in on operation or process prior actual performance. അതായത് ഇവിടെ എന്താ പറയുക, ഇതുകൂടി വായിക്കാം. The technique of game theory helps in determining the best course of action for a firm in view the expected counter moves from the competitors. അതായത് നമ്മളിപ്പോൾ ഒരു പുതിയ പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്തു എന്ന് വെക്കാം. പക്ഷെ ആ പ്രൊഡക്റ്റിന് അതിന് കൂടുതൽ എക്സ്പീരിയൻസ് ഒന്നും നിങ്ങൾക്കില്ല. അപ്പം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്, ഏതോ ഒരു പ്രൊഡക്റ്റ് പുതുതായിട്ട് ലോഞ്ച് ചെയ്തു, ഓക്കെ. പക്ഷെ അത് മാർക്കറ്റിൽ ഇതിന് മുന്നേ അവൈലബിൾ ആയിരുന്നില്ല, ആ രീതിയിലൊരു പ്രൊഡക്റ്റ് ഇതിന് മുന്നേ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ കൂടുതൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നുമില്ല. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. The organization has no previous experience knowledge on the outcomes neither of the decision nor in the position ഒക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ എടുക്കുന്ന അല്ലെങ്കിൽ നമ്മളപ്പോൾ ബിസിനസ് ഫീൽഡിൽ ഇറക്കുന്ന ആ പ്രൊഡക്റ്റിന് വേറെ എക്സ്പീരിയൻസ് ഒന്നും നമുക്കില്ല, നമ്മൾ ചെയ്ത എക്സ്പീരിയൻസും ഇല്ല, ആ പ്രൊഡക്റ്റ് അതിന് മുന്നേ മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് എന്ത് വേണം, ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നന്നായിട്ട് വിറ്റുപോയാൽ മാത്രമാണ് നമുക്ക് ബിസിനസ്സിൽ അതിലൊരു സക്സസ് കിട്ടുള്ളൂ, അല്ലേ. അപ്പോൾ അത് നമ്മൾ നേരിടുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ മാക്സിമം നമ്മളതിൻ്റെ പിന്നെ പരസ്യമൊക്കെ നൽകി മാക്സിമം അതിൻ്റെ ക്വാളിറ്റി കൂട്ടിയിട്ടൊക്കെ അത് പ്രൊഡക്റ്റ് വിപണിയിൽ എത്തിക്കാൻ ശ്രമിക്കും, ഇല്ലേ. അങ്ങനെ പല രീതിയിൽ നമ്മളുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ അത് സക്സസ് ആവുന്നുണ്ടെങ്കിൽ അവിടെ ഏത് മെത്തേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഓപ്പറേഷൻ റിസർച്ച് മെത്തേഡാണ്, ഓക്കെ. ഇനി അടുത്തത് ദ ക്യൂയിങ് തിയറി ഓർ വെയിറ്റിംഗ് ലൈൻ തിയറി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക് വിച്ച് ഡീൽസ് വിത്ത് അനലൈസിസ് ഓഫ് ക്യൂസ് ആൻഡ് ക്യൂയിങ് ബിഹേവിയർ ഹാസ് ആൻ യൂസ്ഡ് ഫോർ attaining solution of problems pertaining in the optimization of effectiveness of defined functions with the random times of arrival and servicing. അതായത് ക്യൂവിങ് തിയറിയും വെയിറ്റിംഗ് തിയറിയും ഒക്കെ ഓപ്പറേഷൻ റിസർച്ചിന് എക്സാമ്പിളാണ്. അത് എന്തൊക്കെയാണെന്ന് ഇനി വരുന്ന പോർഷൻസിൽ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം ഇത് വായിച്ചു പോയാൽ മതി. അടുത്തത് ഇതും അതുപോലെ തന്നെ ലീനിയർ പ്രോഗ്രാമിംഗ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷൻ റിസർച്ച് ടൂൾ യൂസ്ഡ് ഫോർ ഡിറ്റർമൈനിങ് ഓപ്റ്റിമൽ അലോക്കേഷൻ ഓഫ് ലിമിറ്റഡ് റിസോഴ്സസ് ഓഫ് മീറ്റ് given objectives. The objective is at total profit or total optimize the total profit or total cost using the limited resources subject to various constraints. അതായത് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ഒരു ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷൻ റിസർച്ചാണ്. അവിടെയും എന്താ ചെയ്യുന്നത്, മിനിമം കോസ്റ്റിൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടുക എന്നുള്ള രീതിയിലാണ് ആ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. അതുപോലെ അനദർ ഓപ്പറേഷൻ റിസർച്ച് ടൂൾ ഈസ് നെറ്റ്വർക്ക് അനലൈസിസ് വിച്ച് പ്രൊവൈഡ്സ് ടെക്നിക്സ് ഫോർ പ്ലാനിംഗ്, ഷെഡ്യൂളിംഗ്, കൺട്രോളിംഗ്, മോണിറ്ററിംഗ്, കോർഡിനേറ്റിംഗ് ലാർജ് ആൻഡ് കോംപ്ലെക്സ് projects which consist of many activities. മറ്റൊരു ഓപ്പറേഷൻ റിസർച്ച് ടൂളാണ് നെറ്റ്വർക്ക് അനലൈസിസ് എന്ന് പറയുന്നത്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് പ്ലാനിംഗ്, ഷെഡ്യൂളിംഗ്, കൺട്രോളിംഗ്, മോണിറ്ററിംഗ്, കോർഡിനേറ്റിംഗ് ലാർജ് ആൻഡ് കോംപ്ലെക്സ് പ്രൊജക്റ്റ്. വലിയ പ്രൊജക്റ്റൊക്കെ പ്ലാൻ ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നെറ്റ്വർക്ക് അനലൈസിസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്നെണ്ണം ഈ പറഞ്ഞിട്ടുള്ള ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഇനി വരുന്ന പോർഷൻസിൽ വിശദമായിട്ട് പഠിക്കും. ക്യൂയിങ് തിയറി, ലീനിയർ പ്രോഗ്രാമിംഗ്, അതുപോലെ നെറ്റ്വർക്ക് അനലൈസിസ് ഒക്കെ ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കും. ഇപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ, ഓക്കെ.